കൂട്ടുകാരെ, നമുക്കേ ഉണക്ക ചെമ്മീനും മാങ്ങയും ചക്കക്കുരു ഇട്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. ചാറ് കറി ഉണ്ടാക്കാം. അപ്പം ബായോ പോവാം. വെച്ചു. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടുവാണേ. ചെമ്മീനും ചക്കക്കുരു, ഇവിടെ ഇത് നോക്ക്. ഈ ചക്കക്കുരു, ഇത് മാങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണേ. കുറച്ച് ഉപ്പും ഒരു സ്പൂൺ ഉപ്പ് ഇടണം. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നമുക്കിതിനെ ഒന്ന് വേവിക്കാം. എന്നിട്ട് ബാക്കി അതിന് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. ചെറുതായിട്ട് ഇടണേ. അരപ്പിലിടണം മഞ്ഞപ്പൊടി ഉപ്പും. എന്നാലും ഇതിൽ കുറച്ച് മതി. കേൾക്കൂ. നന്നായിട്ട് കാണും. മുളക് പൊടി, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, കരിവേപ്പില, ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേ നമ്മളെ ചക്കക്കുരു വെന്താ നോക്കട്ടെ. കൈ മുട്ടാണ്. അപ്പം നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇടുവാണേ. കുരുമുളകും വെളുത്തുള്ളി ഇട്ട എന്നാന്നറിയാമോ? ചക്കക്കുരു അല്ലേ, ഗ്യാസ് ഉണ്ടാവാതിരിക്കാനാണ്. ഈ ചക്കക്കുരുവിന് ചാറിന് അരപ്പൊക്കെ ഇട്ട് കൂട്ട് ചേർക്കണ വിധമെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ചെമ്മീൻ കറി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. കടു താളിക്കണവർക്ക് താളിക്കാൻ. ഞാൻ ഇത്തിരി പച്ച എണ്ണ ഒഴിക്കേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ. അപ്പം നമ്മളെ ചെമ്മീൻ കറി നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ചെമ്മീൻ കറി റെഡിയായി. അപ്പം ശരി, ഓക്കെ. ചെമ്മീൻ കറി നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കണം. പിന്നെ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചക്കക്കുരു, മാങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ കൂടെ ഇട്ട് വേവിച്ചിട്ട് അരപ്പ് ചേർക്കുക. അരപ്പിൻ്റെ വിധമെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ചേർത്തിട്ട് കടുക് വറുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഓക്കെ, ശരി, ഓക്കെ.